പാട്ടുണ്ടോ? പാട്ട് ആരോ പാട്ട് പാടുന്ന ആളുണ്ട്. ഞാൻ നേരത്തെ പാടിയപ്പോഴേ പെട്ടെന്ന് എന്നെ മൈക്ക് ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ വേണ്ടി പോകുന്നു. സുനിക പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല പാട്ട് വരും. അപ്പൊ മോളുടെ പാട്ടുണ്ട്, ചേട്ടന്റെ പാട്ടിനൊപ്പം. ചേട്ടാന്ന് എന്താ വിളിക്കുന്നതെന്ന് എല്ലാരും ചോദിക്കുന്നു. കുറെ പ്രായമുണ്ട്, അതുകൊണ്ടാണ് അല്ലേ? അപ്പൊ ചേട്ടന്റെ പാട്ടും കുട്ടികളുടെ ആട്ടവും വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് പോയിന്റ് നില എങ്ങനെ ആടുന്നുണ്ടോ നോക്കണം. പോയിന്റ് നിലയിൽ മൂന്നാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ സ്വർണ്ണക്കപ്പിനായിട്ട് കണ്ണൂർ ജില്ല മുന്നിൽ, തൃശ്ശൂരും പാലക്കാടും തൊട്ട് പിന്നിലുണ്ട്. നമുക്ക് റഹീസ് റഷീദിലേക്ക് പോകാം. റഹീസ്, ഗുഡ് ഈവനിങ്. എവിടെയാണ് റഹീസ് നിൽക്കുന്നത്? കണ്ണൂർ വിട്ടു കൊടുക്കുന്നില്ലല്ലോ. സുജയ, കണ്ണൂർ ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത തരത്തിലുള്ള പോരാട്ടം നടക്കുന്നു. ഒന്നാം വേദിയിലാണുള്ളത്. 546 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. തൃശ്ശൂരിന് 541 പോയിന്റ്, കോഴിക്കോടിന് 537 പോയിന്റ്. ഒന്നാം വേദിയിൽ മത്സരം വീക്ഷിക്കാൻ വി ശിവൻകുട്ടിക്കൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് എത്തിയിട്ടുണ്ട്. നിലവരി MLA ഉണ്ട്, കുറ്റ്യാടി MLA കുഞ്ഞഹമ്മദ് കുട്ടിയുണ്ട്, ഒപ്പം U പ്രതിഭയുണ്ട്. സ്ഥിരമായി കലോത്സവ വേദിയിലെത്തുന്ന ഒരു ഫേസാണ്. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കല? എല്ലാം ഇഷ്ടമാണ്. കലയിൽ അങ്ങനെ വ്യത്യാസങ്ങളില്ല, എല്ലാം കാണാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തിരുവാതിര, ഒപ്പന, നാടോടി നൃത്തം, അത്തരം ഐറ്റംസ് അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. വട്ടപ്പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഈ കലയുമായി എന്തെങ്കിലും വിദ്യാഭ്യാസ കാലത്തൊരു ബന്ധമുണ്ടോ? എല്ലാത്തിനും ഇങ്ങനെ കൊച്ചുനാളിൽ എല്ലാത്തിനും ചാടിക്കയറുകയും സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുത്തിട്ടില്ല, പക്ഷേ ജില്ല വരെ എല്ലാത്തിനും പോകാറുണ്ട്. കഥാപ്രസംഗം മെയിനായിട്ട്. ഇന്ന് ആദ്യം വന്നാണോ അതോ ഇതിനു മുമ്പ്? ഇതിനിപ്പോഴാണ് വരുന്നത്, ഇന്നാണ് വരുന്നത്. ഇന്നെനിക്ക് വേറെ കാര്യങ്ങൾ. ഒപ്പം ഇത് കുറ്റ്യാടി MLA ഉണ്ട്. അങ്ങോട്ടേക്ക് പോയാൽ ആന്റണി രാജു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ A ഷാനവാസ്, അതിനപ്പുറം ആന്റണി രാജു, അതിനപ്പുറത്ത് വി ശിവൻകുട്ടി, അതിനപ്പുറത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അപ്പുറത്ത് രാജ്യസഭ MP T ശിവദാസൻ അടക്കമുള്ള ആളുകൾ തിരുവാതിര മത്സരം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ആസ്വദിച്ച് ഇരിക്കുകയാണ്, കൈയിട്ടൊക്കെ അടിച്ച് ആസ്വദിച്ച് മത്സരം കാണുന്നു. ഒപ്പം രാവിലെ നമ്മൾ പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു, ഒന്നാം വേദിയിൽ ആളുകളുടെ പങ്കാളിത്തം കുറവാണ് എന്നൊരു പരാതി പറഞ്ഞിരുന്നു. പക്ഷേ ആ പരാതി പരിഹരിക്കുന്ന തരത്തിൽ സദസ്സ് നിറയെ, നമുക്ക് ഇവിടുന്ന് കണ്ടാൽ സദസ്സ് കാണാം, സദസ്സ് നിറയെ തിരുവനന്തപുരത്തുകാരോട് നമ്മൾ ഈ മത്സരം കാണാൻ നിങ്ങൾ ഇറങ്ങണം. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ തീർച്ചയായും അതെ നമ്മൾ കൂടുതൽ ആളുകളെ എത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ മ്യൂസിയത്തിലേക്ക് വന്നത്. മ്യൂസിയത്തിലൂടെ കുറച്ച് പേര് പോകുന്നുണ്ട്. കലോത്സവത്തിന് പോകാതെ എങ്ങോട്ടാണ് ഈ ഓടി പോകുന്നത്? കലോത്സവത്തിന് പോയില്ലേ? കണ്ടിട്ട് വരികയാണ്. ബാക്കി ഇനി മത്സരമുണ്ട്. അവിടെ വേദിയിലൊന്നും ആളില്ല, കസേര 4 എണ്ണം ശൂന്യമായിട്ട് കിടക്കുന്ന. നോക്കിയപ്പോഴല്ലേ നിങ്ങളത് മനസ്സിലായേ? ഓഫീസിൽ പോവാണ്. ഏത് ഓഫീസിലാ? അപ്പൊ ഓഫീസ് എപ്പോ കഴിയും? 5:30-ക്കോ? രാത്രി അങ്ങ് വരുവോ കലോത്സവം കാണാൻ? നിങ്ങളൊക്കെ ഇങ്ങനെ മടിച്ചു നിന്ന് എങ്ങനെയാ കസേരയൊക്കെ നിറയുന്നത്? അപ്പൊ എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത പാട്ടും അടുത്ത ഡാൻസും ഇവിടെ തയ്യാറായിരിക്കുന്നു. അതിലേക്ക് വരാം. സ്റ്റേ ട്യൂൺഡ്. നമ്മൾ ഈ മ്യൂസിയത്തിൽ ഒന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം.